നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ നമുക്കൊരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഒരു പാത്രത്തിൽ വെള്ളം ഒഴിച്ച് കുറച്ചുണ്ടാക്കണമല്ലോ ഉണ്ണിയപ്പം. അപ്പോൾ ഒരു 3 ബെല്ലമിട്ട് അത് ഉരുക്കാനായി വെച്ചു. അത് ഉരുകി വരുന്ന നേരം കൊണ്ട് നമുക്ക് നാളികേരമൊക്കെ ചിരകിയെടുക്കാമല്ലോ. അപ്പോൾ അത് ഉരുക്കാനായി വെച്ചു. അപ്പോഴേക്ക് നാളികേരമൊക്കെ ചിരകി അതിലേക്ക് 2 പഴം. ഉണ്ണിയപ്പം കുറച്ചുണ്ടാക്കണമല്ലോ, കുറച്ച് മാത്രം. കുറേ നാളായി ഉണ്ടാക്കിയിട്ട്, അപ്പോൾ അതിൻ്റെ ഒരു ആഗ്രഹത്തിന് വേണ്ടി ഉണ്ടാക്കണതാണ്. അപ്പോൾ അതിലേക്ക് 2 പഴം, പിന്നെ ഏലക്കായ, ജീരകം. ചിലവരത് വേറെ ഇടും, ഞാനത് ഒരുമിച്ചിട്ടു എന്ന് മാത്രം. നാളികേരത്തിൽ കൂടി ഇട്ടു. അപ്പോഴേക്കും ശർക്കരയൊക്കെ ഉരുകി വന്നിട്ടുണ്ട്. അങ്ങനെ അത് ഉരുകി സെറ്റായി. ഞാൻ പിന്നെ നാളികേരത്തിൽ പഴവും ജീരകവും ഏലക്കായും ഇട്ടു. പിന്നെ 2 ഉള്ളി, 2 ചുവന്നുള്ളി ഇട്ടാ. ഞാൻ ഇടാറില്ല, അപ്പം അമ്മയ്ക്ക് അങ്ങനെ പറഞ്ഞിട്ട് ഇടും, നല്ല പദം കിട്ടുന്നുണ്ട്. 2 ചുവന്നുള്ളിയൊക്കെ ഇട്ട് അരയ്ക്കും. അപ്പോൾ ഏലക്കായ അങ്ങനെ പൊളിച്ചിടും. അപ്പോൾ ആ തൊണ്ടടക്കം ഇടും. ചിലരൊന്നും ചതച്ചല്ല ഇടാം. അപ്പോൾ ഞാൻ തൊണ്ടടക്കം ഇട്ട് 2 ഉള്ളി അരിഞ്ഞ് അതിട്ടു. എന്നിട്ട് ഒക്കെ കൂടി അരിക്കില്ല, ഒക്കെ കൂടി അരച്ചെടുത്തു കേട്ടോ. ചെറിയ ജാറിലിട്ട് നല്ലോണം ഇല്ല, ഒരു അത്രയ്ക്ക് അരയ്ക്കണ്ട, എന്നാൽ തീരെ നല്ല വെണ്ണ പോലെ അരയണ്ട എന്ന് വെച്ചാൽ മറ്റോണാവും വേണം. അതായത് ഒന്ന് ഇതാവും വേണം, അരയ്ക്കും വേണം. അങ്ങനെ അതങ്ങനെ അരച്ചെടുത്തു. എന്നിട്ട് 1 ഗ്ലാസ് റവ, പിന്നെ അതിലേക്ക് റവയിലേക്ക് ഞാൻ ഈ ശർക്കര ചൂടാറിയപ്പോൾ അത് അരിച്ചൊഴിച്ചു അതിങ്ങനെ കലക്കി വെച്ചു. സ്പൂൺ കൊണ്ട് തന്നെ ഒന്നിങ്ങനെ കുറച്ച് നേരമായിട്ട് കലക്കി ആക്കി വെച്ചു കേട്ടോ. എന്നിട്ട് അതിലേക്ക് കലക്കി കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ മൈദ കലക്കി സ്പൂൺ കൊണ്ടിട്ട് കലക്കി വന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ റവ 1 ഗ്ലാസ് ഇട്ടു. അതുമാതിരി തന്നെ 1 ഗ്ലാസ് മൈദ ഇട്ടു. അതിൻ്റെ ഒരു അര ഗ്ലാസ്, ആ ഗ്ലാസ് കൊണ്ട് അര ഗ്ലാസ് എന്താ പറയുക, അരിപ്പൊടി, വറുത്ത അരിപ്പൊടി. ഇതിപ്പോൾ മൈദയാണ് ഇട്ടത് കേട്ടോ. റവയിലേക്ക് ശർക്കര ഒഴിച്ചു, പിന്നെ മൈദ ഇട്ടു. അതിൻ്റെ ആ ഗ്ലാസ് കൊണ്ട് അര ഗ്ലാസ് അരിപ്പൊടി ഇട്ടു. പിന്നെ എന്നിട്ട് ചെയ്തത്, ഈ നാളികേരം അരച്ച് വെച്ചിട്ടുണ്ടല്ലോ നമ്മൾ, ഉപ്പിട്ടു, ഒരു നുള്ളുപ്പ്, അത് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നുള്ളുപ്പിട്ടു. പിന്നെ നാളികേരം അരച്ച് വെച്ചത്, പഴവും നാളികേരം കൂടി അരച്ച് വെച്ചില്ല നമ്മൾ, അതിട്ടു. ഒക്കെ കൂടിയിട്ട് അങ്ങോട്ട് കൈ കൊണ്ടൊന്ന് കൂട്ടി കുഴച്ചു. അത് കൂട്ടി കുഴച്ചതിന് ശേഷം മിക്സിയിലെ ചെറിയ ജാറിലേ, ആ ചെറിയ ജാറിലിട്ടിട്ട് നല്ലോണം അരച്ചെടുക്കും. അതാണ് അരക്കൽ. ഇത്തിരി വെള്ളം കുറവുണ്ടായിരുന്നു. നാളികേരപ്പാലം നല്ല കേട്ടോ, നമ്മൾ ആ ജാറ് കഴുകി വെച്ചതാണ്. ജാറിൽ ഇത്തിരി വെള്ളം ഒഴിച്ച് കഴുകി നമ്മൾ ആ ശർക്കര ഉരുക്കിയ പാത്രത്തിലേക്ക് ഒഴിച്ചു എന്ന് മാത്രമല്ല, നാളികേരപ്പാലൊന്നും ഇല്ല. നാളികേരം നമ്മൾ വേറെ കൊത്തി വറുത്തിടില്ലേ, അതൊന്നും ചെയ്തില്ല കേട്ടോ. നാളികേരം നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ടല്ലോ, എന്നിട്ട് അത് ചെറിയ ജാറിലിട്ട് കുറച്ച് നേരം അരച്ച് വേറൊരു പാത്രത്തിലേക്ക് ആക്കി അവിടെ വയ്ക്കും. പിന്നെ എള്ളുണ്ടായിരുന്നില്ല, നമ്മളങ്ങനെ എള്ളങ്ങനെ സ്ഥിരം മേടിച്ച് വെക്കാറൊന്നുമില്ല. പിന്നെ അത് പെട്ടെന്നുണ്ടായൊരു തീരുമാനമാണ്, അങ്ങനെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ എള്ളുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ കൂട്ടി അവിടെ വെച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു മണിക്കൂർ കഷ്ടി. അപ്പോൾ അതിങ്ങനെ നോക്കിയപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞ് വന്നപ്പോൾ നോക്കിയപ്പോൾ നല്ലോണം വീർത്തു. എന്നിട്ട് ഗ്യാസിൻ്റെ അടുപ്പുമ്മ ഉണ്ണിയപ്പത്തട്ട് വെച്ചു. ഉണ്ണിയപ്പത്തട്ട് കുറേ നാളെ ഉണ്ണിയപ്പം ഉണ്ടാക്കിയിട്ട്, അപ്പോൾ ഒരു സംശയം ഉണ്ടായിരുന്നു, ഇത് പിടിക്കുമോ. അത് പിന്നെ എന്താണ്, നോൺ സ്റ്റിക്കിൻ്റെയാണ്, അതങ്ങനെ കുഴപ്പമുണ്ടായിരുന്നില്ല. ഉണ്ണിയപ്പച്ചട്ടി വെച്ചു. അപ്പുറത്തെ ഇതുമ്മ ചീഞ്ചട്ടി വെച്ചു. അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് അതും ചൂടാക്കാൻ വെച്ചു കേട്ടോ. ഇതൊഴിച്ചു, നല്ല അടിപൊളിയായി. പെട്ടെന്ന് പൊന്തി വന്നു. അത് പൊന്തി വന്ന് ഞാൻ എന്ത് ചെയ്യാന്ന് പറയും, ഇങ്ങനെ ഫുള്ളൊഴിച്ച് അത് പൊന്തി വന്ന് കഴിയുമ്പോൾ തന്നെ പൊന്തി വരും കേട്ടോ. തന്നെ പൊന്തി വന്ന് കഴിയുമ്പോൾ ഞാൻ ചീഞ്ചട്ടി അപ്പുറത്ത് വെച്ചിട്ടുണ്ടല്ലോ, വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് ആ ചീഞ്ചട്ടിലേക്ക് എടുത്തിടും. അപ്പോൾ നമ്മൾ പെട്ടെന്ന് കഴിയും. ഇതാകുമ്പോൾ കുറച്ചുള്ളൂ, ഇങ്ങനെ വെച്ചാലും മതി. പക്ഷെ നമ്മൾ വിശേഷങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ അധികം ഉണ്ടാക്കുമ്പോൾ ഞാൻ അങ്ങനെ ചെയ്യും. അപ്പോൾ ഇപ്പോഴും ഞാൻ അങ്ങനെ ചെയ്ത് പെട്ടെന്ന് അടുപ്പിൻ്റെ അടുത്ത് നിന്ന് മാറാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അത് ഉണ്ണിയപ്പമൊക്കെ നല്ല സ്മൂത്തായിട്ട് കേട്ടോ, നല്ല രസമായിട്ട് ഉണ്ണിയപ്പം. അപ്പോൾ അത് ഓരോന്നിങ്ങനെ മറിച്ചിട്ട് അപ്പുറത്ത് അടുപ്പിലേക്കല്ല, അപ്പുറത്ത് ചീഞ്ചട്ടിയിലേക്ക് ഇടും. പക്ഷെ വെളിച്ചെണ്ണ അങ്ങോട്ട് മൂക്കണ്ടായിരുന്നുള്ളൂ. മറ്റേ ഇടുമ്പോൾ അങ്ങനെ സൗണ്ട് കേട്ടിട്ടുണ്ടായിരുന്നില്ല. എന്നാലും അങ്ങനെ എല്ലാം ഇട്ട് ഇതിപ്പോൾ 2 എണ്ണം ഒഴിച്ചപ്പോഴേ അതിന് യോജിപ്പ് പോലെ വന്നു, അതാണ് അങ്ങനെ എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഓരോ 3 ട്രിപ്പ് ഉണ്ടായിരുന്നു. 2 ട്രിപ്പ് ഫുള്ളായിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു 3ാമത്തെ ട്രിപ്പിലൊരു 5-6 ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഓരോ ട്രിപ്പ് ഇട്ട് അതിൽ നിന്ന് അപ്പോൾ ഉണ്ണി അവിടെ നിൽക്കണം, അവൾ വറുത്ത് കോരി എടുത്തു കേട്ടോ. വറുത്ത് കോരിയല്ല, അത് മൂപ്പിച്ച് അതങ്ങനെ എടുത്തു കഴിഞ്ഞിട്ട് കിണ്ണത്തിലേക്ക് ഇട്ടു. അങ്ങനെ ഇത്തിരി ചോപ്പാവുന്നവരെടുത്തു. അങ്ങനെ നമ്മുടെ ഉണ്ണിയപ്പം റെഡിയായി. അങ്ങനെ ഉണ്ണിയപ്പം റെഡി ആയിട്ടാ. അപ്പോഴത്തേക്ക് കിണ്ണത്തിലേക്ക് ഉണ്ണിയാണ് അത് വാരിയിടുന്ന ആൾ. അങ്ങനെ ഉണ്ണി അത് വാരിയിട്ടു, ഉണ്ണിയപ്പം ഇട്ടു.
അത് കഴിഞ്ഞ് ചൂടാറാൻ വെച്ചു. നല്ല നല്ല പദമായിട്ടുണ്ട്, നല്ല ഷേപ്പായിട്ടുണ്ട്, എല്ലാം കൊണ്ടും നന്നായി. ഞാൻ പറഞ്ഞില്ലേ കുറേ നാളതിൻ്റെ തന്നെ ഉണ്ടാക്കിയിട്ട്. പിന്നെ അങ്ങനെ പിന്നെ എന്നിട്ടാ അപ്പോൾ ഇവിടെ വരുമ്പോഴേക്കും ഞാൻ അവിടെ അടുത്തത് കമത്തിയിടാറായിട്ടുണ്ടായിരുന്നു. നമ്മൾ സ്വയം കമത്തണ്ട, തന്നെ ഇങ്ങനെ പൊന്തി കമഴ്ന്ന് പോവും. അങ്ങനെ ഉണ്ടല്ലേ കമത്തിയിടുക. അപ്പോഴേക്കും അത് ഇങ്ങനെ എടുത്തിട്ടു കിണ്ണത്തിലേക്ക് ആക്കി. അത് കഴിഞ്ഞിട്ട് ചൂടാറാൻ വെച്ചു. കുറച്ചുള്ളൂ, ഇത്രയേ ഉള്ളൂ, കുറച്ചുണ്ടാക്കിയുള്ളൂ. ഞാൻ പറഞ്ഞു കുറച്ചുണ്ടാക്കി, പെട്ടെന്നുള്ള തീരുമാനമല്ലായിരുന്നു, കുറച്ചുണ്ടാക്കിയുള്ളൂ. അപ്പോൾ അത് ഇതായി എന്ത് പൊളിച്ച് നോക്കാൻ വേണ്ട, നല്ല ചൂട്ടോടുകൂടി നല്ല സോഫ്റ്റ് ആയിരുന്നു കേട്ടോ, അടിപൊളി ഉണ്ണിയപ്പമായിരുന്നു കേട്ടോ.